സോ ഗോവയിൽ പോകുന്ന വലിയ പൈസയുള്ള കേസൊന്നുമല്ല ഗൈസ്. സോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഗോവയിൽ പോകുന്ന സമയത്ത് 2 സ്റ്റേഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സൗത്ത് ഗോവയിലുള്ള മഡ്ഗാവണും നോർത്ത് ഗോവയിലുള്ള തീം റെയിൽവേ സ്റ്റേഷനും. സോ നിങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടത് തീം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. സോ ടിക്കറ്റ് പ്രൈസ് സ്ലീപ്പർ 500 ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ AC എടുക്കുകയാണെങ്കിൽ 1000 റുപ്പീസിൻ്റെ അടുത്ത്. ഓക്കെ, കേരളത്തിൽ നിന്ന് വൈകുന്നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് അവിടെ മോർണിംഗ് എത്താവുന്നതാണ്. ഗൈസ്, നോർത്ത് ഗോവ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്റ്റേ നോക്കുക, നിങ്ങളുടെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ ബാഗ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്റ്റേ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എനിക്കറിയുന്നൊരു സ്റ്റേ അവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെയും സ്റ്റേ ഉണ്ട്, ഡോർമെറ്ററി ഉണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളവിടെ ചെക്ക് ചെയ്ത് ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ട് ആകുന്ന രീതിയിലുള്ള സാധനം എടുക്കുക. 500 റുപ്പീസൊക്കെ പെർ ഹെഡ് വരുള്ളൂ, അതിനും കുറവുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ നോർത്ത് ഗോവ കറങ്ങേണ്ടത് സ്കൂട്ടർ റെൻറ്റിന് എടുക്കുക. പിന്നെ ഈ ഡെസ്റ്റിനേഷൻസൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ സ്കൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ രാത്രി ആകുമ്പോൾ ബാഗ ബീച്ചിൽ മസ്റ്റായി എത്താം. നമുക്ക് ബാഗ ബീച്ചിൻ്റെ വ്യൂ കീഴിലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ബാഗ ബീച്ച് എത്തി. ബാക്കിയുള്ള ബീച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വൈബും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാം കവർ ചെയ്യാം. അല്ലെങ്കിൽ ബാഗ ബീച്ച് മാത്രമേ. ഓക്കെ, പിന്നെ അഞ്ജുന ബീച്ചിൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഗൈസ്. ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു സെറ്റപ്പാണ്. അപ്പോൾ കൂടി നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ പോകേണ്ട അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഗോവയിലോട്ടാണ്. സൗത്ത് ഗോവയിൽ പോയാൽ നിങ്ങളുടെ വൈബിനനുസരിച്ച് സ്ഥലങ്ങളൊക്കെ കാണുക. ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ബാസിലിക്ക ബോം ജീസസിലെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിനാണ് സീ കാത്തഡ്രലും. പിന്നെ അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെമ്പിൾ കാണാൻ ഒഴിവാക്കാം. വാസ്കോ ഡ ഗാമ ടൗണ് പോകാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം. ഓക്കെ, പിന്നെ മ്യൂസിയം അത് എൻ്റെ വൈബില്ലാത്തതുകൊണ്ട് ഞാൻ പോകാറില്ല. പിന്നെ ഫോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർട്ട് ഓക്കെ മൂഡാണ്. ഡോൾഫിൻ ബീച്ച് എന്തായാലും സൗത്ത് ഗോവയിൽ പോകണം ഗൈസ് നിങ്ങൾ. കാരണം നിങ്ങൾ അവിടെ ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് കയാക്കിങ് എടുക്കുക. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോൾഫിനെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗോവ ഇതിൽ പറയാനുള്ളത്. സോ നിങ്ങൾ ബാക്കിലൊക്കെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റും ഡേയ്സൊക്കെ അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഫുഡ് ചീപ്പായിട്ട് നിങ്ങൾക്ക് ഹൈ എക്സ്പെൻസീവ് ഉള്ളതും കിട്ടും. സോ അത് നിങ്ങളുടെ വൈബ് അനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യും. ഒരു സ്റ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ കപ്പിൾസൊക്കെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഗോ ബൈ ഗോ ബുക്ക് മൈ ടോ മേക്ക് മൈ ട്രിപ്പ് ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എടുക്കാവുന്നതാണ്. ഇഷ്ടം പോലെ സ്റ്റേ ഗൈസ്, ചീപ്പായിട്ടും അല്ലാതെ ഇഷ്ടം പോലെ സ്റ്റേ. 500 റുപ്പീസ്, 400 റുപ്പീസ്, 300 റുപ്പീസിന് ഹോസ്റ്റൽ സൗകര്യം, 215 ഡോർമെറ്ററി, ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അടുത്തുമ്പോൾ നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈബായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് മഡ്ഗാവിൽ നിന്ന് ദൂസാഗറിൽ പോയിട്ട് കാണാവുന്നതാണ്. ദൂസാഗർ വാട്ടർഫാൾസ് റീൽ ട്രെൻഡായിട്ടുള്ള കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ, കുലയം റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറുക. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂസാഗറും കണ്ടിട്ട് വരാം, അങ്ങനെ വരാം. ഓക്കെ, പിന്നെ മഡ്ഗാവിൻ്റെ അടുത്ത് വേറൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട്, ജൽവേ വാട്ടർഫാൾസ്. സോ അതും റീലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊന്ന് ബസ് പിടിച്ചിട്ടോ ടാക്സി പിടിച്ചിട്ടോ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഷെയർ ടാക്സിയെ കുറിച്ച് നോക്കാവുന്നതാണ്. സോ ഇത്രയും പറയാനുള്ളത് ഗോവയെ പറ്റിയിട്ട്. ബാക്കിയിൽ നിങ്ങൾ അടിച്ച് പൊളിച്ച് വരിക. പിന്നെ വലിയ ചിലവൊന്നുമില്ല. ട്രെയിൻ ടിക്കറ്റ് 500 ഞാൻ പറഞ്ഞു. തിരിച്ചു പോകുന്ന പൈസ അത്ര തന്നെ കൂട്ടുക. ബാക്കി റെൻറ്റഡ് സ്കൂട്ടി 500 റുപ്പീസ് ആയിരിക്കും. പിന്നെ അവിടെ നിന്നുള്ള ബാക്കി ചിലവൊക്കെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതും മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പായിട്ട് പോകാം, കപ്പിൾസായിട്ട് പോകാം, വാട്ടർ. സോ നെക്സ്റ്റ് പ്ലാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.